നമ്മളപ്പോൾ ബോസ്ഫോറസ് ഡിന്നർ ക്രൂയിസിന് പോവാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് നിയർലി $50 വരുന്നത്. എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇസ്താംബുളിൽ വന്നപ്പോൾ നമുക്ക് തോന്നിയത് കപ്പഡോക്കിയനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ്. ക്ലൈമറ്റ് ചൂട് കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ സമയം 8 മണി. ഇതാണ് നമ്മുടെ നമ്മൾ ഈവനിങ് ആണ് ഇസ്താംബുളിൽ എത്തിയത്. കപ്പഡോക്കിയെന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നൈറ്റ് ഈ ഒരു ക്രൂയിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത്. 8 മണിയാണെങ്കിലും നമ്മുടെ ഇവിടത്തേക്ക് പോലെ തന്നെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു 9:30 വരെയൊക്കെ ഒരു ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇസ്താംബുളിൽ ചെല്ലുമ്പം നമ്മുടെ ഒരു ഓൺ പ്ലേസിൽ ചെന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ ദുബായിൽ ഇഷ്ടമല്ലെങ്കിലും ഇടയ്ക്ക് നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു സ്വന്തം സ്ഥലത്തേക്ക് ചെന്നൊരു ഫീലാണ് എനിക്ക് ദുബായിൽ ചെല്ലുമ്പോൾ ഉണ്ടാവാറ്. ആ ഒരു ഫീലാണ് എനിക്ക് ഇസ്താംബുളിൽ നിന്ന് കിട്ടിയതും. നമ്മുടെ സ്വന്തം സ്ഥലം, നമുക്ക് എത്രയോ നാളായിട്ട് പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ നമുക്ക് എന്താണോ ഒരു ഫീലിംഗ് ഉണ്ടാവുക, അതേ ഫീലിംഗ് തന്നെയാണ് ഇസ്താംബുളിൽ ചെന്നപ്പോൾ ഉണ്ടായത്. കാരണം അവിടെയുള്ള ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്ത രീതിയാണ്. ടർക്കിയിലുള്ള ആൾക്കാർ, കപ്പഡോക്കിയയിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇസ്താംബുളിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന, ഭയങ്കര ഒരു എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊരു 3-4 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് എടുത്ത് ഇസ്താംബുളിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. പിന്നെ കപ്പഡോക്കിയയിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്താംബുളിലൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എല്ലാത്തിനും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. ഇപ്പോൾ ഈ ഒരു ക്രൂയിസിന് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് $50 വരുന്നുള്ളൂ. പക്ഷേ ഇതേ ഒരു സാധനം നമ്മൾ കപ്പഡോക്കിയയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു $65 ഒക്കെ ആവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ഫുഡുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ഇവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. മനസ്സിനൊരു കുളിർമന പെയ്തൊരു ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി. അത് ഞങ്ങൾ രണ്ടുപേരെ ഫേസ് കണ്ടെത്തുന്ന പറയും. നമ്മൾ അത്ര ഹാപ്പി ആയിരുന്നു അവിടെ ചെന്നിട്ട്. നമ്മളിങ്ങനെ ക്രൂസിൽ കയറുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടോ നമ്മുടെ ടേബിളിൽ തന്നെ വേറെ നാഷണാലിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത് സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇനി വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി നാഷണൽ ഒരു ടേബിൾ തന്നെയായിരുന്നു നമ്മുടെ മാത്രമല്ല പല നാഷണാലിറ്റീസ് നമ്മുടെ മൊത്തം ആ ഒരു ക്രൂസിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കപ്പഡോക്കിയിൽ നിന്ന് ഇവിടെ വന്നപ്പം അത് വേറൊരു ഡിഫറെൻറ്റ് പ്ലേസ്. ടർക്കിയിൽ തന്നെയാണെങ്കിൽ വളരെ ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെ കുറേ കൂടെ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും കുറേ ആക്ടിവിറ്റീസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇസ്താംബുളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ഇസ്താംബുളിലെ നമുക്കിങ്ങനെ ക്രൂയിസിൻ്റെ മുകളിലേക്കും താഴത്തെ നിലയിലൊക്കെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷേ അവിടെയുള്ള എന്തെങ്കിലും ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു സൂഫി ഡാൻസോ ഒക്കെ കുറച്ച് ടൈമിലേക്ക് മിസ്സാവുന്ന മാത്രം. അവിടെ എപ്പോഴും ഇങ്ങനെ പാട്ട് അല്ലെങ്കിൽ ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ഫുഡ് കഴിച്ച ഒരു ഏരിയയിൽ. അപ്പോൾ 10 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നടന്നൊക്കെ കാണാം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് താഴേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാണ്. ഭയങ്കര രസമാണ്. പിന്നെ തണുപ്പെന്നൊക്കെ പറയാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ. ഒരു 26 ഡിഗ്രി 25 ഡിഗ്രിയിലൊക്കെയാണ് തണുപ്പ് വന്നിരുന്നത്.
ഭയങ്കര ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അത്രയും നമ്മൾ എൻജോയ് ചെയ്തൊരു നൈറ്റ് തന്നെയായിരുന്നു. ഇന്നത്തേക്കും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു നൈറ്റ്. നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ആൽബം വാങ്ങിച്ചു. എല്ലാവരുടെയും ഇങ്ങനത്തെ ഫോട്ടോസ് അവർ എടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഇസ്താംബുളിലെ വിശേഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പുതിയ ഇസ്താംബുൾ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.